2025 6ാം ക്ലാസ് അറബിക് ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ. 6 പ്രവർത്തനങ്ങളാണുള്ളത്. 6 ഉത്തരം എഴുതണം. AB ഓപ്ഷനുകളുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് എഴുതിയാൽ മതി. ഒന്നാമത്തെ പ്രവർത്തനം, നഖ്റഉൽ ഹിക്കായത്ത വനുജീബു അനിൽ അസ്ഇല. ഈ കഥ വായിച്ച് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. യജ്രി മെഹ്റജാനുൽ ഫുനൂനി ഫിൽ മദ്രസ. സ്കൂളിൽ കലാമേള നടക്കുകയാണ്. ഷാറക്ക തുഫൈലുൻ ഫി മുസാബക്കത്തിൽ മുസാഅലത്തി. തുഫൈൽ ക്വിസ് മത്സരത്തിൽ പങ്കെടുത്തു. ബഅദ തസ്ജീലി. രജിസ്ട്രേഷന് ശേഷം ജലസ അല മഖഅദിഹി. അവൻ അവൻ്റെ സീറ്റിലിരുന്നു. ഷാറക്ക മഅഹു കസീറു മിന ദാരിസീന. അവൻ്റെ കൂടെ ധാരാളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു മത്സരത്തിന്. ജാഅ മുഖദ്ദിമുൽ മുസാബക്കത്തി. ക്വിസ് മാസ്റ്റർ വന്നു. വബദഅത്തിൽ മുസാഅലത്തു. മത്സരം തുടങ്ങി. ഫാസ തുഫൈലുൻ ബിദ്ദറജത്തിൽ ഊല. തുഫൈൽ 1ാം സ്ഥാനത്തോടെ പാസ്സായി. ഫസ്വാറ മസ്റൂറൻ ജിദ്ദൻ. അങ്ങനെ അവൻ വളരെയധികം സന്തോഷവാനായി തീർന്നു. ചോദ്യങ്ങൾ: ഫി അയ്യി മുസാബക്കത്തിൻ ഷാറക തുഫൈൽ. തുഫൈൽ ഏത് മത്സരത്തിലാണ് പങ്കെടുത്തത്? ഉത്തരം എഴുതേണ്ടത് ഷാറക തുഫൈലുൻ ഫി മുസാബക്കത്തിൽ മുസാഅലത്തി. തുഫൈൽ ക്വിസ് മത്സരത്തിൽ പങ്കെടുത്തു. മൻ ഫാസ ബിദ്ദറജത്തിൽ ഊല. ആരാണ് 1ാം സ്ഥാനത്തോടെ പാസ്സായത്? ഫാസ തുഫൈലുൻ ബിദ്ദറജത്തിൽ ഊല. അടുത്തത്, ലിമ സ്വാറ തുഫൈലുൻ മസ്റൂറൻ. തുഫൈൽ എന്തുകൊണ്ടാണ് സന്തോഷവാനായത്? സ്വാറ തുഫൈലുൻ മസ്റൂറൻ. തുഫൈൽ സന്തോഷവാനായി ലി അന്നഹു ഫാസ ബിദ്ദറജത്തിൽ ഊല ഫി മുസാബക്കത്തിൽ മുസാഅലത്തി. ക്വിസ് മത്സരത്തിൽ 1ാം സ്ഥാനത്തോടെ പാസ്സായതുകൊണ്ടാണ് അവന് സന്തോഷവാനായി തീർന്നത്. നഖ്താറുൽ അജ്വിബത്ത സ്വഹീഹത്ത മിനൽ ഖൗസൈനി. ബ്രാക്കറ്റിൽ നിന്നും ശരി ഉത്തരം തിരഞ്ഞെടുക്കണം. മുഅല്ലിഫു കിതാബി അൽ മുഖദ്ദിമ. അൽ മുഖദ്ദിമ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? ഇബ്നു ഖൽദൂനാണ് ശരി ഉത്തരം. 2ാമത്തെ ആള്. മൻ ഇഖ്തറ അൽ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടർ ആരാണ് കണ്ടുപിടിച്ചത്? ചാൾസ് ബബേജ്. 3ാമത്തത്. അതാണ് ശരി ഉത്തരം. 2ാമത്തെ ചോദ്യം, ഈ പാരഗ്രാഫ് വായിച്ച് അതിനനുസരിച്ച് ഉത്തരം എഴുതണം. 1ാമത്തെ പാരഗ്രാഫ് വായിക്കാം. ജറത്ത് മുബാറാത്തു കുറത്തിൽ ഖദം. ഫുട്ബോൾ മത്സരം നടന്നു. ഫി മൽഅബിൽ മദ്രസ. സ്കൂൾ ഗ്രൗണ്ടിൽ. അബ്ദുള്ള ഹുവ ഖായിദ് ഫരീഖി സഫി സാദിസ്. അബ്ദുള്ളയാണ് 6ാം ക്ലാസ് ടീമിന്റെ ഖായിദ്, ക്യാപ്റ്റൻ. അസ്റഅ ബിൽ കുറത്തി ഇലൽ മർമ. അവൻ ബോൾ കൊണ്ട് ഗോൾ പോസ്റ്റിലേക്ക് കുതിച്ചു പാഞ്ഞു. മർമ ഗോൾ പോസ്റ്റ്. വസജ്ജല ഹദഫൻ സാഹിറൻ. ഒരു മാസ്മരികമായ ഗോള് അവൻ രേഖപ്പെടുത്തി, അവൻ അടിച്ചു. തമവ്വജൽ മുഷാഹിദൂന. കാണികൾ ആർത്തിരമ്പി. ബിസൊഫാറത്തി ഹക്കമുൽ മുബാറാത്ത്. ഹക്കമുൽ മുബാറാത്ത് മീൻസ് റഫറി. റഫറിയുടെ വിസിലോടെ. റഫറി മത്സരം അവസാനിപ്പിച്ച് വിസിലടിച്ചപ്പോൾ, അല്ലെങ്കിൽ ഗോൾ അടിച്ച് വിസിലടിച്ചപ്പോൾ റഫറി ജനങ്ങൾ എന്ത് ചെയ്തു? കാണികൾ ആർത്തിരമ്പി. നഖ്താർ മിനൻ നസ്സി ജുമലൻ ഫിഅലിയത്തൻ കമാ ഫിൽ മിസാൽ. ഉദാഹരണത്തിലുള്ളതുപോലെ ജുംല ഫിഅലിയെ കണ്ടെത്തണം. മിസാൽ, തമവ്വജൽ മുഷാഹിദൂന. കാണികൾ ഇളകി മറിഞ്ഞു. തമവ്വജ എന്നത് ഫിഅലാണ്. അതേപോലെ ഫിഅൽ കൊണ്ട് തുടങ്ങുന്ന 3 സെന്റൻസുകൾ നമുക്ക് ഇവിടെ നിന്നും കണ്ടുപിടിക്കണം. ജറത്ത് മുബാറാത്തു കുറത്തിൽ ഖദം. അത് ഒരു ജുംല ഫിഅലിയാണ് അല്ലേ? ഒന്നത് എഴുതാം. ജറത്ത് മുബാറാത്തു കുറത്തിൽ ഖദം. അവിടെ വരെ മതി. പിന്നെ എന്തെഴുതാം? അസ്റഅ ബിൽ കുറത്തി ഇലൽ മർമ. അവൻ ബോൾ കൊണ്ട് ഗോൾ പോസ്റ്റിലേക്ക് കുതിച്ചു പാഞ്ഞു. 2ായി. പിന്നെ 3ാമത്തത് സജ്ജല ഹദഫൻ സാഹിറൻ. അവൻ മാസ്മരികമായ ഒരു ഗോൾ രേഖപ്പെടുത്തി. ഓക്കെ, 3ായി. ഇനി ഏതാണുള്ളത്? അത്ര തന്നെയാണുള്ളത്. നസ്ലു ബൈനൽ അമോദൈന്. ചേർമ്പടി ചേർക്കണം. ഫരീഖുൻ ടീം, ഹദഫുൻ ഗോള്, സഫാറത്ത് വിസ്ലി, മുബാറാത്തുൽ ഖുറത്തുൽ ഖദം ഫുട്ബോൾ മത്സരം, അൽ മർമ ഗോൾ പോസ്റ്റ്, ഹക്കമുൽ മുബാറത്ത് റഫറി, മല്ലബുൽ മദ്രസ സ്കൂൾ ഗ്രൗണ്ട്, ഖായിദ് ക്യാപ്റ്റൻ. ഫരീഖ് ഖായിദ്, ഹദഫ് അൽ മർമ, സഫാറത്ത് ഹക്കമുൽ മുബാറാത്ത്, മുബാറാത്തുൽ ഖുറത്തുൽ ഖദം, മല്ലബുൽ മദ്രസ. നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഉത്തരം എഴുതണം. നഅീദ് മുഫക്കിറത്തൻ യൗമിയത്തൻ. ഒരു ഡയറി തയ്യാറാക്കണം. ബി തർത്തീബിൽ ജുമലി താലിയ. താഴെയുള്ള ജുംലകൾ, സെന്റൻസുകൾ ഓർഡറിൽ വെച്ചുകൊണ്ട് ഒരു ഡയറി തയ്യാറാക്കുക. ഒരു ദിവസത്തെ ഡയറിയിൽ എഴുതേണ്ട കുറേ വാചകങ്ങളാണ് ഇവിടെ ഉള്ളത്. അത് ക്രമീകരിക്കുകയാണ്, ക്രമപ്പെടുത്തുകയാണ് വേണ്ടത്. അദുറുസു ദുറൂസ. ഞാൻ പാഠങ്ങൾ പഠിക്കുന്നു. അത്തനാവൽ ഫത്തൂറ. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. അർജിഉ മിനൽ മദ്രസത്തി മസാൻ. സ്കൂളിൽ നിന്ന് വൈകുന്നേരം മടങ്ങുന്നു. അത്തനാവലുൽ അശാ. ഡിന്നർ കഴിക്കുന്നു. മഅൽ ഉസ്റത്തി. കുടുംബത്തോടൊപ്പം. അസ്തൈഖുലു മിനൻ നൗമി മുബക്കിറൻ. രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നു.
അദ്ഹബു ഇലൽ മദ്രസ സ്കൂളിലേക്ക് പോകുന്നു. അത്തനാവുലുൽ ഗദാ ഫി ഫുസ്ഹത്തിൽ ഗദാഇ ലഞ്ച് ടൈമിൽ ലഞ്ച് കഴിക്കുന്നു. അൽ അബു മാൽ അസ്തിഖാ കൂട്ടുകാരോടൊപ്പം കളിക്കുന്നു. അനാമു മുബക്കിറൻ നേരത്തെ ഉറങ്ങുന്നു. ഇതെല്ലാം കൂടെ എങ്ങനെ ക്രമപ്പെടുത്തി എഴുതാമെന്ന് നോക്കാം. അസ്തൈഖുളു മിനൻ നൗമി മുബക്കിറൻ രാവിലെ നേരത്തെ എഴുന്നേൽക്കും. അത്തനാവുലുൽ ഫതൂറ അദ്ഹബു ഇലൽ മദ്രസ അദ്റുസു ദുറൂസ അത്തനാവുലുൽ ഗദാ ഫി ഫുസ്ഹത്തിൽ ഗദാഇ അർജിഉ മിനൽ മദ്രസത്തി മസാഅൻ അൽ അബു മാൽ അസ്തിഖാഇ അത്തനാവുലുൽ അശാ മാൽ ഉസ്റത്തി അനാമു മുബക്കിറൻ. ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഇനി അതിവിടെ എഴുതുക. നഖ്താർ സഹീഹ മിനൽ കൗസൈൻ ബ്രാക്കറ്റിൽ നിന്നും ശരി ഉത്തരം തിരഞ്ഞെടുക്കണം. തുദാവിമുൽ ബിന്ദു പെൺകുട്ടി ശീലമാക്കുന്നു. അലാ ഷുർബിൽ മാഇ കസീറൻ ധാരാളം വെള്ളം കുടിക്കുന്നത് പെൺകുട്ടി ശീലമാക്കുന്നു. അലയാണ് അവിടെ വെക്കേണ്ടത്. യഷ്ഉറുൽ വലദു യഷ്ഉറുൽ വാലിദു ബിസ്സുറൂരി ഫി നജാഹി വലദിഹി തന്റെ മകന്റെ വിജയത്തിൽ ഉപ്പാക്ക് സന്തോഷം തോന്നുന്നു. യഷ്ഉറു ബി എന്ന് പറയണം, ബിസ്സുറൂരി. പിന്നെ നുജീബു ഹസബൽ ഇർഷാദാത്ത് നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഉത്തരം എഴുതാം. നഖ്റൽ ഫിക്രത്ത താഴെയുള്ള പാരഗ്രാഫ് വായിക്കുക. വനുഅദ്ദു മുഫക്കിറത്തൻ യൗമിയതൻ എന്നിട്ടൊരു ഡയറി തയ്യാറാക്കണം. മാ തബ്ദീലാത്തി ലാസിമ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട്. മഹമൂദുൻ മുസാരിഉൻ മഹമൂദ് ഒരു കർഷകനാണ്. യസ്തൈഖിളു അവൻ ഉണരുന്നു. ഫി സാഅത്തി റാബിയത്തി 4 മണിക്ക് കുല്ലയൗമിൻ എല്ലാ ദിവസവും. വയുത്ഇമു സഫറാത്ത് വയുത്ഇമുൽ ബക്കറാത്ത് അവൻ പശുക്കൾക്ക് ഭക്ഷണം നൽകുന്നു. വയുനല്ലിഫുൽ ഹളീറത്ത തൊഴുത്ത് വൃത്തിയാക്കുന്നു. സുമ്മ യദ്ഹബു ഇലൽ മസ്റഅത്തിഹി പിന്നെ അവന്റെ കൃഷിയിടത്തിലേക്ക് പോകുന്നു. വയഅമലു ഫീഹ അവിടെ ജോലി ചെയ്യുന്നു. വയർജിഉ ഇലാ ബൈത്തിഹി തന്റെ വീട്ടിലേക്ക് മടങ്ങുന്നു. മസാൻ വൈകുന്നേരം. വയഈശു മഅ ഉസ്റത്തിഹി ഈശതൻ സഈദതൻ തന്റെ കുടുംബത്തോടൊപ്പം അയാൾ സന്തോഷകരമായ ജീവിതം ജീവിക്കുന്നു. ഇത് എങ്ങനെയാണ് മാറ്റി എഴുതേണ്ടത്? മഹ്മൂദ് എന്നത് മാറ്റിയിട്ട് പകരം അന ഞാൻ എന്ന് വെക്കണം. അപ്പോൾ എന്തൊക്കെ മാറ്റം വരുമെന്ന് നോക്കാം. അന മുസാരിഉൻ ഞാനൊരു കർഷകനാണ്. അസ്തൈഖിളു ഞാൻ ഉണരുന്നു. മിനൻ നൗമി ഉറക്കിൽ നിന്നും. ഫി സാഅത്തി റാബിയത്തി പിന്നെ ഓരോന്നും അടിവരയിട്ട വാക്കുകളാണ് മാറ്റേണ്ടത്. അടിവരയിട്ടതാണ് ഫിഅലുകൾ, അത് മാറ്റുക. കുല്ലയൗമിൻ. വയുത്ഇമു അവൻ ഭക്ഷണം നൽകുന്നു എന്നതിന് പകരം ഉത്ഇമു ഞാൻ ഭക്ഷണം നൽകുന്നു എന്നാക്കുക. യാന് പകരം ഹംസ വെക്കുക. യാ എന്നാണെങ്കിൽ ആ എന്ന് വെക്കുക. യു എന്നാണെങ്കിൽ ഉ എന്ന് വെക്കുക. ഇവിടെ ഉത്ഇമു ഞാൻ ഭക്ഷണം നൽകും. അൽ ബക്രാത്തി പശുക്കൾക്ക്. വയുനല്ലിഫു അതിന് പകരം വ ഉനല്ലിഫു ഞാൻ വൃത്തിയാക്കും. പിന്നെ സുമ്മ യദ്ഹബു അതിന് പകരം അദ്ഹബു ഞാൻ പോകും. യഅമലു പകരം അഅമലു ഞാൻ ജോലി ചെയ്യും. യർജിഉ അവൻ മടങ്ങും പകരം അർജിഉ ഞാൻ മടങ്ങും. യഈശു മാറ്റിയിട്ട് വ അഈശു ഞാൻ ജീവിക്കുന്നു. അങ്ങനെ ചെയ്താൽ മതി. നുക്മിലുൽ ജുംലത ബിൽ കലിമത്തിൽ മുനാസിബ മിനൽ കൗസൈനി ബ്രാക്കറ്റിൽ നിന്നും ശരിയായ പദം തിരഞ്ഞെടുക്കണം. യാ ഔലാദ് കുട്ടികളെ മാതാ ഡാഷ് ഫി സ്വബാഹി മാതാ അക്കൽത്തയാണോ അക്കൽത്തുമാണോ അക്കൽത്തു ആണോ? അക്കൽത്തും ആണ് ശരിയല്ലേ. അക്കൽത്ത എന്ന് പറഞ്ഞാൽ നീ കഴിച്ചു എന്നാണ്. അക്കൽത്തു ഞാൻ കഴിച്ചു. നിങ്ങളാണ് കുട്ടികളാകുമ്പോൾ. അപ്പോൾ അക്കൽത്തും. യാ മുഹമ്മദ് മുഹമ്മദെ മാതാ ഡാഷ് ഫി ദഫ്തരി മാതാ കതബ്ത അക്തുബു ഞാൻ എഴുതും. കതബ്തും നിങ്ങൾ എഴുതി. കതബ്ത നീ എഴുതി. യാ മുഹമ്മദ് മാതാ കതബ്ത ഫി ദഫ്തർ നീ നോട്ട്ബുക്കിൽ എന്താണ് എഴുതിയത്? നാലാമത്തത് നുജീബ് ഹസ്ബൽ ഇർഷാദാത്ത്. ഷാറക്കത്ത് ആയിഷത്തു ഫി സിബാഖിൽ ജറി ആയിഷ ഓട്ട മത്സരത്തിൽ പങ്കെടുത്തു. വഹസലത്ത് അലൽ വിസാമി ദഹബി എന്നിട്ട് സ്വർണ്ണ മെഡൽ നേടി. ഫജറത്ത് മുഖാബലത്തുൻ ബൈനഹ ബൈന മുറാസിലത്തിൽ ഖനാത്ത് അവൾക്കും ഒരു ചാനൽ റിപ്പോർട്ടർക്കും ഇടയിൽ ഒരു ഇന്റർവ്യൂ നടന്നു. ചാനൽ റിപ്പോർട്ടർ അവളെ ഇന്റർവ്യൂ ചെയ്തു. അത് പൂരിപ്പിക്കാനുള്ള വാക്കുകൾ ഇവിടെയുണ്ട്. ദുംതി അലാ ഖൈരിൻ അജ്മലു തഹാനി വത്തബ്രീകാത്ത് അഭിനന്ദനങ്ങൾ. മാ സിർറു ഹാദർ ഫൗസ് ഈ വിജയത്തിന്റെ രഹസ്യം എന്താണ്? ഇതൊക്കെയാണ് പൂരിപ്പിക്കേണ്ടത്. മുറാസല്ലത്തുൽ ഖനാത്ത് പറയുകയാണ് ആദ്യം അസ്സലാമു അലൈക്കും. അപ്പോൾ ആയിഷ വഅലൈക്കും അസ്സലാം. പിന്നെ മുറാസല്ലത്തുൽ ഖനാത്ത് ചോദിക്കുന്നത് എന്താണെന്ന് മനസ്സിലാകാൻ ആയിഷ എന്താണ് മറുപടി പറയുന്നത് എന്ന് നോക്കിയാൽ മതി. ആയിഷ പറയുകയാണ് ശുക്രൻ താങ്ക് യു മർഹബൻ ബിക്കും വെൽക്കം. അപ്പൊ താങ്ക് യു പറയണമെങ്കിൽ എന്ത് പറഞ്ഞിട്ടുണ്ടാകും ഇവര്? അജ്മലു തഹാനി വത്തബ്രീകാത്ത് അതാണ് പറഞ്ഞിട്ടുണ്ടാവും അല്ലെ. അതവിടെ എഴുതുക അഭിനന്ദനങ്ങൾ എന്ന്. അജ്മലു തഹാനി വത്തബ്രീകാത്ത്. പിന്നെ അപ്പോ മാതാ തശ്ഉരീന ബിഹാദൽ ഫൗസിൽ അലീം ഈ വലിയ വിജയത്തിൽ നിനക്ക് എന്ത് തോന്നുന്നു എന്ന് ചോദിച്ചു.
അപ്പൊ ആയിഷ പറയുന്നു അൽഹംദുലില്ലാ. അതിന് ശേഷം പൂരിപ്പിക്കേണ്ടത് ഇവിടെ ഇല്ല, അത് നമ്മൾ എഴുതണം. അഷ്റു ബി ഫറഹിൻ, അല്ലെങ്കിൽ അന മസ്റൂറത്തുൻ ജിദ്ദൻ എന്ന് എഴുതാം. അന മസ്റൂറത്തുൻ ജിദ്ദൻ, ഞാൻ വളരെയധികം സന്തോഷവതിയാണ്. പിന്നെ അല്ലെങ്കിൽ അഷ്റു ബി ഫറഹിൻ ഷദീദിൻ, എനിക്ക് നല്ല സന്തോഷം തോന്നുന്നു. മുറാസലത്തുൽ ഖനാത്ത് ഡാഷ്. അപ്പോൾ ആയിഷ പറയുകയാണ് ഉദാവിമു അലൽ മുമാറസത്തി, ഞാൻ സ്ഥിരമായി പരിശീലിക്കും. റിയാദത്തിൽ ബദനിയ, സ്ഥിരമായി എക്സസൈസ് ചെയ്യും, വ്യായാമം ചെയ്യും എന്നാണ് മറുപടി പറയുന്നത്. അപ്പൊ ചോദ്യം എന്തായിരിക്കും? മാ സിറു ഹാദൽ ഫൗസി, എന്താണ് ഈ വിജയത്തിന്റെ രഹസ്യം എന്നാണ് അല്ലേ. അപ്പൊ അതിവിടെ എഴുതാം, മാ സിറു ഹാദൽ ഫൗസ്, ഈ വിജയത്തിന്റെ രഹസ്യം എന്താണ്? അപ്പൊ ആയിഷ പറയുന്നു ഉദാവിമു അലൽ മുമാറസത്തി റിയാദത്തിൽ ബദനിയ, ഞാൻ എന്നും എക്സസൈസ് ചെയ്യുകയും പരിശീലിക്കുകയും ചെയ്യും, അതുകൊണ്ടാണ്, അതാണ് ഈ വിജയത്തിന്റെ രഹസ്യം. അപ്പൊ മുറാസലത്തുൽ ഖനാത്ത് മുംതാസ്, എക്സലന്റ്, ഗുഡ് അല്ലേ. ദുംതി അലാ ഖൈരിൻ, അതവിടെ എഴുതുക. ദുംതി അലാ ഖൈരിൻ, എപ്പോഴും വിജയമുണ്ടാകട്ടെ, എപ്പോഴും നിനക്ക് നന്മയുണ്ടാകട്ടെ, അങ്ങനെ പൂരിപ്പിക്കാം. നക്രൗ തസ്രീഹാത്ത് താലിയ, താഴെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് വായിക്കാം. അനിൽ ആദാത്ത് സുഹിയ, ആരോഗ്യകരമായ ശീലങ്ങളെ കുറിച്ചുള്ള. വനഖ്താർ മജ്മുഅത്തുൽ ഇജാബാത്ത് സ്വഹിഹ, എന്നിട്ട് ശരിയായ ഉത്തരങ്ങളുടെ കൂട്ടം കണ്ടെത്താം. 4 സ്റ്റേറ്റ്മെന്റുകൾ കൊടുത്തിട്ടുണ്ട്, അതിൽ ചിലത് തെറ്റാണ്, ചിലത് ശരിയാണ്. നോക്കാം. തത്തനാവലു ആയിഷത്തു അൽ വജബാത്ത് സരിയ, ആയിഷ ഫാസ്റ്റ് ഫുഡ് കഴിക്കും, അത് ശരിയാണോ? അല്ല, അത് തെറ്റാണ്. തഅത്തനി ആയിഷത്തു ബിൽ ആദാബി സുഹിയ, ആയിഷ ആരോഗ്യകരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കും, ആരോഗ്യ മര്യാദകൾ ശ്രദ്ധിക്കും, അത് ശരിയാണ്. തഅക്കുലു ആയിഷ അൽ ഗിസാ അൽ മുതവാസിൻ, ആയിഷ ഭക്ഷണം കൃത്യമായി കഴിക്കും, ആവശ്യമുള്ളവയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ബാലൻസ് ചെയ്തുകൊണ്ടുള്ള ഭക്ഷണം കഴിക്കും, അതും നല്ല ശീലമാണ്. തനാമു ആയിഷ മുതാഖിറത്തിൻ, ആയിഷ വൈകിയിട്ടാണ് ഉറങ്ങുക, അത് ശരിയല്ല. അപ്പോൾ 1ാമത്തെയും 4ാമത്തെയും തെറ്റായ കാര്യമാണ് എഴുതിയിരിക്കുന്നത്. 2ഉം 3ഉമാണ് ആരോഗ്യകരമായ കാര്യങ്ങൾ. അപ്പോൾ 2ഉം 3ഉമാണ് ശരി ഉത്തരം. ഇനി ഓപ്ഷനുകൾ കൊടുത്തിരിക്കുന്നത് അൽ ഊല സ്വഹീഹത്തുൻ എന്നാണ് 1ാമത്തത്, അത് ശരിയാണോ? അല്ല, 1ാമത്തത് തെറ്റാണ് അല്ലേ. ആയിഷ ഫാസ്റ്റ് ഫുഡ് കഴിക്കാറില്ല, അപ്പൊ അത് തെറ്റാണ്. എന്താണ്? അൽ ഊല വ റാബിയത്തു സഹീഹത്തുൻ, 1ഉം 4ഉം ശരിയാണ്, അതും തെറ്റാണ് അല്ലേ. 1ഉം 4ഉം തെറ്റാണ്. ജീമ് അസാനിയത്ത് വ സാലിസത്തു സഹീഹത്തുൻ, 3ഉം 2ഉം 3ഉം ശരിയാണ്, അത് ശരിയാണ്. 2ാമത്തെയും 3ാമത്തെയും സെന്റൻസ് ശരിയാണ്. 4 ദാല് അറാബിയത്തു സഹീഹത്തുൻ, 4ാമത്തെ ശരിയാണ്, 4ാമത്തെ തെറ്റാണ്. അപ്പോ ശരി ഉത്തരം ഏതാണ്? അസാനിയത്ത് വസാലിസത്തു സഹീഹത്തുൻ, 2ഉം 3ഉം ശരിയാണ് എന്ന ജീമാണ് ഇവിടെ ശരി ഉത്തരം. ഇനി നജീബ് ഹസൻ ഇർഷാദ് നഖറൽ ബയാന വനുഅദ്ദു, ഈ ബയാൻ വായിച്ചു നോക്കുക, അതേപോലെ അടിയിലൊരു ബയാൻ, ഒരു വിവരണം തയ്യാറാക്കുക. 1ാമത്തെ വിവരണം അസദിനെ കുറിച്ചാണ്. അൽ അസദു മലിക്കുൽ ഗാബത്തി, സിംഹം കാട്ടിലെ രാജാവാണ്. ഹുവ ഹയവാനുൻ മുഫ്തരിസുൻ, അവനൊരു പ്രിഡേറ്റർ ആനിമൽ, ഒരു വേട്ടക്കാരനായ മൃഗമാണ്. ലഹു ലിബ്ദത്തുൻ കസീഫത്തുൻ, അവന് ഉറച്ച ശരീരമുണ്ട്. യത്ലുക്കു സഈറൻ ആലിയൻ, അവൻ ഉച്ചത്തിൽ ഗർജിക്കുന്നു. യഈഷു ഫിൽ ഗാബാത്തി, കാടുകളിൽ ജീവിക്കുന്നു. വയഅകുലുൽ ലുഹൂമ, മാംസം തിന്നുന്നു. അതേപോലെ ആനയെക്കുറിച്ച് എഴുതണം. അൽ ഫീലു ഹയവാനുൻ അലീഫുൻ, ആന ഇണക്കമുള്ളൊരു ജീവിയാണ്. വഹുവ ഹയവാനുൻ ഉഷ്ബിയുൻ എന്നേതാ. ഹയവാനുൻ മുഫ്തരിസുൻ എന്നുള്ളതിന് പകരം ഉഷ്ബിയുൻ, അവൻ സസ്യഭുക്കായ ജീവിയാണ്. അല്ലെങ്കിൽ ഹയവാനുൻ ആക്കിലുൽ നബാത്താത്ത്, നബാത്താത്ത് തിന്നുന്ന, സസ്യങ്ങൾ കഴിക്കുന്ന ജീവിയാണ്. അല്ലെങ്കിൽ ഹയവാനുൻ നബാത്തിയുൻ, അങ്ങനെ വേണമെങ്കിലും എഴുതാം, സസ്യഭുക്കായ ജീവിയാണ്. ലഹു ലിബ്ദത്തുൻ കസീഫത്തുൻ എന്നതിന് പകരം ലഹു ലിബ്ദത്തുൻ കബീറത്തുൻ എന്ന് എഴുതാം, വലിയൊരു ശരീരമുണ്ട്, പിന്നെ വലിയൊരു ശരീരമുണ്ട്. യത്ലുക്കു സഈറൻ ആലിയൻ എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ, അതിന് പകരം എന്തെഴുതാം? യുസ്ദിറു സൗത്തൻ ആലിയൻ, വലിയ ശബ്ദമുണ്ടാക്കും ആന. ആനക്കും വലിയ ശബ്ദമുണ്ടാക്കാൻ അറിയാം, പക്ഷെ സഈറുൻ എന്ന് പറഞ്ഞാൽ സിംഹത്തിന്റെയും മറ്റും ഗർജനമാണ് സഈർ, ആനയുടെ ഗർജനമല്ല. ഓക്കെ. ഇനി യഈഷു ഫിൽ ഗാബാത്ത്, ഗാബാത്ത് കാടുകളിൽ ജീവിക്കുന്നു, അത് വേണമെങ്കിൽ അങ്ങനെ തന്നെ എഴുതാം അല്ലേ. യഈഷു ഫിൽ ഗാബാത്തി, കാടുകളിൽ ആന ജീവിക്കുന്നു. വയഅകുലു ലുഹൂമ, അതിന് പകരം വയഅകുലു നബാത്താത്ത്, സസ്യങ്ങൾ കഴിക്കുന്നു എന്നെഴുതാം. ഇനി നഖറഉൽ ലഗ്സ, പഴഞ്ചൊല്ല് വായിക്കാം. വനഖ്താറുൽ ജവാബ് സ്വഹീഹ മിനൽ ഖൗസൈൻ, ബ്രാക്കറ്റിൽ നിന്നും ശരിയായ
വാക്ക് തിരഞ്ഞെടുത്ത് എഴുതാം. അന സഗീറുൽ ജിസ്മി, ഞാൻ ചെറിയ ശരീരമുള്ളയാളാണ്. ആയിഷു ബൈനൽ അഗ്സാൻ, ഞാൻ കൊമ്പുകൾക്കിടയിൽ ജീവിക്കുന്നു, മരങ്ങളിൽ. ഉഗന്നി ബിലഹനിൻ ജസാബിൻ, മനോഹരമായ പാട്ട് ഞാൻ പാടും. മന്നാന, ഞാൻ ആരാണ്? ദീക്കുൻ, കോഴി. ബത്തത്തുൻ, താറാവ്. ബുൽബുൽ, ബുൽബുലാണ് ശരിയുത്തരം. നുജീബ് ഹസബുൽ ഇർഷാദാത്ത്. നുക്മിലുൽ ബയാന ബിമുസാദത്തി സുവർ, ചിത്രങ്ങളുടെ സഹായത്തോടെ താഴെയുള്ള ബയാന് പൂർത്തിയാക്കാം. ഒന്നാമത്തെ ചിത്രം, ഒരു പ്രാവ് ഭക്ഷണം കൊടുക്കുകയാണ്. ഒരു പരുന്ത് വട്ടമിട്ട് പറക്കുന്നു, കുരുവി പറക്കുന്നു, പിന്നെ ബുൽബുൽ പാട്ട് പാടുന്നു. എങ്ങനെ എഴുതാം? കാനത്ത് ഹുനാക്ക ഗാബത്തുൻ, ഒരു കാടുണ്ടായിരുന്നു. ഫിൽ ഗാബത്ത് തുയൂറുൻ മുത്തനവ്യാത്തുൻ, കാട്ടിൽ വിവിധയിനം പക്ഷികളുണ്ടായിരുന്നു. യർക്കുസു താവൂസു ഫിൽ വാദി, മയില് താഴ്വരയിൽ നൃത്തം ചെയ്യും. പിന്നെ ഈ പ്രാവ് ഭക്ഷണം കൊടുക്കുന്നത് പറയാം. ഈ തുത്ഇമുൽ ഹമാമത്തു അൽ അഫ്രാഹ, പ്രാവ് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നു. പിന്നെ പരുന്ത് വട്ടമിട്ട് പറക്കുന്നു അല്ലേ. യുഹല്ലഖുൻ നസ്റു ഫിസ്സമായി, പരുന്ത് ആകാശത്തിൽ വട്ടമിട്ട് പറക്കുന്നു. പിന്നെ യതീറുൽ ഉസ്ഫൂർ ബൈനൽ അസ്ജാരി, കുരുവി മരങ്ങൾക്കിടയിൽ പറക്കുന്നു. പിന്നെ യുഗന്നി അൽ ബുൽബുലു അലൽ അസ്ജാർ, അല്ലെങ്കിൽ അലൽ ഹുസ്നി, കൊമ്പിൻ്റെ മേലെ ഇരുന്നുകൊണ്ട് പിന്നെ കുയില് പാട്ട് പാടുന്നു. യുഗന്നി അൽ ബുൽബുലു എന്ന് മാത്രം പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ യുഗന്നി അൽ ബുൽബുലു ജാലിസൻ അല ഹുസ്നി ഷജറത്തിൻ, മരക്കൊമ്പിൽ ഇരുന്നു കൊണ്ട് കുയില് പാട്ട് പാടുന്നു. അങ്ങനെയും എഴുതാം. തസ്ബഹുൽ വസ്സത്തു, അരയന്നം നീന്തുന്നു. ഫിൽ ബുഹൈറത്തി, കായലിൽ. യഈശൂന ഫിഹ മസ്റൂറൻ, അവരൊക്കെ അവിടെ സന്തോഷത്തോടെ ജീവിക്കുന്നു. നഖ്താറുൽ ജവാബ് സഹിഹ ബൈനൽ ഖൗസൈൻ, ബ്രാക്കറ്റിൽ നിന്ന് ശരിയുത്തരം തിരഞ്ഞെടുക്കാം. അന ഹയവാനുൻ ദാജിനുൻ, ഞാനൊരു വളർത്തു മൃഗമാണ്. അത്തനാവലുൽ ഉഷ്ബ, ഞാൻ പുല്ല് കഴിക്കും. ഒഴത്തു അൽ ഹലീബ, ഞാൻ പാല് തരും. മന്നാന, ഞാൻ ആരാണ്? അൽ ബഖറത്താണ് ശരിയുത്തരം. നജീബ് ഹർസബൽ ഇർഷാദാത്ത്. നഖറു തർജമത്തുൽ ഹയാത്തി വനുഇദ്ദുൽ ബയാനത്തി ഷഖ്സിയ, ഈ ജീവചരിത്രം വായിച്ചുകൊണ്ട് ബയോഡാറ്റ തയ്യാറാക്കാം. ഹുവ ഖലീൽ മുത്രാൻ എന്നയാളെ കുറിച്ചാണ്, ഒരു കവിയാണ് അദ്ദേഹം. ഹുവ ഖലീലുബ്നു അബ്ദുഹുബ്നു യൂസുഫ് മുത്രാൻ, അതാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. വലിദ ഫി ലുബ്നാൻ, അദ്ദേഹം ലബനാനിൽ ജനിച്ചു. സനത്ത് 1872. ഹുവ ഷായിറുൻ മഷ്ഹൂറുൻ, പ്രശസ്തനായ കവിയാണ് അദ്ദേഹം. യുലഖബ് ബി ഷായിറുൽ ഖത്റൈൻ, ഷായിറുൽ ഖത്റൈൻ എന്ന് അദ്ദേഹത്തിന് പേര് നൽകപ്പെട്ടു. ലി അന്നഹു ആഷ ഫി ലുബ്നാൻ വ മിസ്ർ, കാരണം അദ്ദേഹം ലുബ്നാനിലും മിസ്റിലുമായിട്ടാണ് ജീവിച്ചത്. മിൻ അഷ്ഹരി മുഅല്ലഫാതിഹി, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രചനയാണ് ദീവാനുൽ ഖലീൽ എന്ന പുസ്തകം. തൂഫി, അദ്ദേഹം മരണപ്പെട്ടു. ഫി മദീനത്തുൽ ഖാഹിറ, കൈറോയിൽ 1949. അപ്പൊ അൽ ഇസ്മുൽ കാമിൽ എന്നിടത്ത് എന്ത് എഴുതാം? ഖലീലുബ്നു അബ്ദുഹുബ്നു യൂസുഫ് മുത്രാൻ എന്ന് എഴുതാം. ഇസ്മുൽ വാലിദ്, അവിടെ അബ്ദുഹുബ്നു യൂസുഫ് മുത്രാൻ എന്ന് എഴുതിയിട്ടുണ്ട്. ആമുൽ മീലാദ്, ഡേറ്റ് ഇയർ ഓഫ് ബർത്ത് അല്ലെ, 1872 മീലാദിയ എന്ന് മാത്രം എഴുതുക. പിന്നെ മക്കാനുൽ മീലാദ്, ജനന സ്ഥലം ലുബ്നാനാണ് അല്ലെ, ലുബ്നാൻ എന്ന് മാത്രം എഴുതിയാൽ മതി, ഫീ ഒന്നും വേണ്ട. പിന്നെ അൽ ലഖബ്, ലഖബ് എന്താണ്? ഷാഇറുൽ ഖത്റൈനി, ബി വേണ്ട, വെറും ഷാഇറുൽ ഖത്റൈനി എന്ന് മാത്രം എഴുതുക. പിന്നെ അൽ മുഅല്ലഫാത്ത്, രചനകൾ, അത് ഇവിടെ ഉണ്ട് അല്ലെ, ദീവാനുൽ ഖലീൽ എന്ന പുസ്തകം. അപ്പോൾ ദീവാനുൽ ഖലീൽ എന്ന് എഴുതുക. ആമുൽ വഫാത്ത്, മരണപ്പെട്ട വർഷം 1949. മീമ് മീൻസ് മീലാദിയ, അത് എഴുതുക. ഓക്കെ. നഖ്താറുൽ കലിമത്ത് സഹിഹ മിൻ ബൈനൽ ഖൗസൈൻ, ബ്രാക്കറ്റിൽ നിന്നും കലിമത്ത് സഹിഹ കണ്ടെത്തണം. യഈഷു സമക്കു ഡാഷ് അൽ മായി, ഫീ ആണ് ശരി ഉത്തരം അല്ലേ. യഈഷു സമക്കു ഫിൽ മായി, വെള്ളത്തിൽ ജീവിക്കുന്നു. റജ അൽ മുസാരിഉ മിനൽ മസ്റഅത്തി, അതാണ് രണ്ടാമത്താണ് ശരി ഉത്തരം. മിനൽ മസ്റഅത്തി മസാഅൻ, കൃഷിയിടത്തിൽ നിന്നും വൈകുന്നേരം കർഷകൻ മടങ്ങുന്നു. ജബലുൻ, മല. ജംഅഹു ജിബാലുൻ. ബിഹാറുൻ, കടലുകൾ. മുഫ്രദുഹു, അതിന്റെ മുഫ്രദ് ബഹറുൻ, കടൽ. ഇത്രയുമാണ് ചോദ്യങ്ങളുള്ളത്.